പാകിസ്ഥാൻ കോയമാരോട് പറയാനുള്ളത്, കോയ ഇത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. കുണ്ടി എത്ര കുളം കണ്ടു, കുളം എത്ര കുണ്ടി കണ്ടു എന്നൊക്കെ പറയുന്ന അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും പറയും. പണ്ട് ഇങ്ങനെ പറയാറുണ്ട്. ഇത് എത്ര കണ്ടതാണ്. നിങ്ങൾ എന്താണ് ഞങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം ദിനം ആഘോഷിക്കുന്നു. 78 വർഷം പൂർത്തി 79ാം ദിനത്തിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾ 79 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, വിഭജനം നടന്നപ്പോൾ പറഞ്ഞു, ഇന്ത്യയിലെ ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ഗാന്ധിജിയെ പോലുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെ താമസിക്കുന്നവർക്ക് ആവശ്യമായ സുരക്ഷിതത്വം തരും, ഞങ്ങൾ ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല. എന്നാൽ അവിടെ താമസിക്കുന്ന ഹിന്ദുക്കൾക്കും മറ്റ് സിഖുകാർക്കും ജൈനക്കാർക്കും മറ്റ് മതങ്ങൾക്കും ഉള്ളവർക്ക് നിങ്ങൾ തണലേകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ അന്ന് മുതൽ ഈ പാരപ്പണിയും കുശുമ്പും കുന്നായ്മയും അയൽവക്കത്തെ നോക്കി ഇന്ത്യയെ നോക്കി പാരപണിയാൻ എപ്പോഴും യുദ്ധം കൊണ്ടുവരിക, ഇന്ത്യയിൽ ഭീകരവാദം വളർത്തുക, ഇന്ത്യയിലേക്ക് തീവ്രവാദികൾ വിടുക, ഖാലിസ്ഥാൻകാരെ ഇന്ത്യയിലേക്ക് വിടുക, പിന്നെ വിദേശ രാജ്യത്ത് നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് മത തീവ്രവാദികളെ പരിശീലിപ്പിച്ചുകൊണ്ട് കാശ്മീരിൻ്റെ ബോർഡറിലൊക്കെ വന്ന് വേണ്ട ബഹളം ഉണ്ടാക്കുക. പഞ്ചാബ് നിങ്ങൾക്ക് വേണം, കാശ്മീർ വേണം, പിന്നെ വേറൊന്നും വേണ്ടേ, കേരളവും വേണമെന്നൊക്കെ പറഞ്ഞുള്ള വലിയ ബഹളമാണ്. നിങ്ങളോട് വളരെ കൃത്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അത് പ്രധാനമന്ത്രി ഏത് പാർട്ടി ആയാലും നമുക്കത് വിഷയമല്ല, പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങളെ വിരട്ടണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോക്കോണം, ഞങ്ങൾക്കറിയാം രാജ്യത്ത് കാര്യങ്ങൾ ചെയ്യാൻ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഞങ്ങൾ നിങ്ങളോട് ഇത് പറഞ്ഞതാണ്. മുൻപ് ഞങ്ങളുമായി യുദ്ധമുണ്ടായപ്പോഴും പറഞ്ഞതാണ്, പലവട്ടം പാകിസ്ഥാനോട് പറഞ്ഞതാണ്. നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നിങ്ങളുടെ ഭീകര കേന്ദ്രങ്ങളെ ഒന്നൊന്നായി തച്ചു തകർത്തില്ലേ? നിങ്ങളയച്ച ഭീകരവാദികളെ എല്ലാവരെയും ഞങ്ങൾ കാശ്മീർ താഴ്വരകളിലിട്ട് വെടിവെച്ച് കൊന്ന് റെഡിയാക്കിയില്ലേ? ഇനിയും നിങ്ങൾ പഠിക്കാത്തതെന്തേ? നിങ്ങൾ അമേരിക്കയിൽ പോയി ട്രംപിനോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങൾ നോബൽ സമ്മാനം ട്രംപിന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചെവിയിൽ കടിച്ച് നിങ്ങൾ ട്രംപിനെ കൊണ്ട് പലതും ചെയ്ത് വെച്ച അവസരം ട്രംപും കൂടി വെള്ളത്തിൽ വീഴുന്ന കഥയല്ലേ നമ്മൾ കണ്ടത്. അതുകൊണ്ട് പാകിസ്ഥാനോടും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിമാരോടും കരസേന മേധാവിയോടും പറയുന്നു, നിങ്ങൾ അവിടെ വച്ചിരിക്കുന്ന വെള്ളം വാങ്ങി വെച്ചേക്കുക. അങ്ങനെ നിങ്ങൾ അവിടെ ആർക്കെങ്കിലും അരി അടുപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ തീ അണച്ചേക്കുക. ഇത് ഇന്ത്യയിൽ വേവില്ല. ഇന്ത്യൻ ജനതയുടെ സനാതനമായിട്ടുള്ള ഒരു ധർമ്മത്തിലൂന്നിയ, ഒരു ഭരണഘടനയിലൂന്നിയ, ജാതി മത വർഗ വർണ്ണങ്ങൾക്ക് അതീതമായി താമസിക്കുന്ന 140 കോടി ജനങ്ങൾ, അതിൽ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്, പാഴ്സിയുണ്ട്, ബുദ്ധനുണ്ട്, ജൈനനുണ്ട്, മതമില്ലാത്തവരുണ്ട്, നാസ്തികനുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഭാരത് മാതാ കി ജയ്. ജനഗണമന ചൊല്ലുകയാണ്. ഇന്ന് രാജ്യം മുഴുവൻ വന്ദേ ഭാരതം പാടുകയാണ്. ഞങ്ങൾ ഭാരതീയർ രാജ്യത്തെ ആക്രമിക്കില്ല, ഞങ്ങൾ ഒരിടത്തേക്കും വരുന്നില്ല, പക്ഷെ ഞങ്ങളെ വന്നാൽ ഞങ്ങൾ വിടില്ല. പഴയ മോഹൻലാലിൻ്റെ സിനിമയിലൊരു ഡയലോഗുണ്ട്, ഞങ്ങളായിട്ട് ആരെയും ചൊറിയാൻ പോവില്ല, പക്ഷെ ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങൾ മാന്തി പറിക്കും. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, പലവട്ടം മനസ്സിലായി. ഇനിയും മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങളുടെ തലവിധി എന്ന് മാത്രമേ പറയാനുള്ളൂ. അമേരിക്കയോ ചൈനയോ തുർക്കിയോ കണ്ട് നിങ്ങൾ വെള്ളം കോരി വയ്ക്കേണ്ട, നിങ്ങൾ അടുപ്പിൽ തീയിടണ്ട, അരിയിടണ്ട. ഞങ്ങൾ വളരെ കൃത്യമായി മേക്ക് ഇൻ ഇന്ത്യയിലും പല രൂപത്തിൽ ഞങ്ങൾ ആവശ്യമുള്ള ആയുധങ്ങളും തന്ത്രപരമായ കാര്യങ്ങളും ഞങ്ങളുടെ സ്ട്രാറ്റജിക് പരിപാടികളിലും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇത് ഭീഷണിയൊന്നുമല്ല, ഇതെൻ്റെ വാദവുമല്ല, ഭാരതത്തിലെ ജനകോടികളുടെ നിശ്ചയദാർഢ്യമാണ്. പാകിസ്ഥാൻ്റെ പണി നോക്കുക. നിങ്ങൾ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ, അത് മുസ്ലിങ്ങളുടെ എങ്കിലും പാവപ്പെട്ട ജനങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും പരിവട്ടവും മാറ്റാനുള്ള പണികൾ നോക്കുക. ഇന്ത്യക്കറിയാം ഇന്ത്യയുടെ കാര്യം നോക്കാൻ. ഒരുത്തരുടെയും അച്ചാരം ഇന്ത്യക്ക് ആവശ്യമില്ല.